നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസത്തിനുള്ളിൽ നടക്കുമെന്ന് ഏതാണ്ടൊക്കെ നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന സംശയമാണ് ഇപ്പോഴുണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന് ഭരണമില്ലാത്തതിൽ കോൺഗ്രസുകാരെല്ലാം അസ്വസ്ഥരാണ്. കേന്ദ്രത്തിൽ ഇനി ഒരു കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർലമെന്റിൽ ചെന്ന് ബഹളം വെച്ച് സഭ സ്തംഭിപ്പിച്ചും അരിശം തീർത്തുമൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഭരണമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികകാലം രാഷ്ട്രീയ പാർട്ടിയായി തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പലയിടത്തും പല സ്ഥലങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോവുകയും എല്ലാവരും BJP-യിലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു തരംഗമുണ്ട് എന്ന് കോൺഗ്രസിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, 10 വർഷമായി തുടരുന്ന പിണറായി വിജയന്റെ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ അത് തീർച്ചയായും ഫലം ചെയ്യും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ ആത്മവിശ്വാസം കൊണ്ട് തന്നെ പല MP-മാരും ഇപ്പോൾ MP സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് മത്സര രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം വെറും ഒരു MP ആയി ഇരിക്കുന്നതിന് നല്ലത് കേരളത്തിൽ ഇവരൊക്കെ ഈ നിലവിലുള്ള MP-മാരൊക്കെ മത്സരിക്കാൻ തയ്യാറായാൽ ജയിക്കാൻ സാധ്യതയുള്ളവരാണ് മിക്കവാറും എല്ലാവരും. അങ്ങനെ ജയിച്ചാൽ മന്ത്രി വരെ ആകാം എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഷാഫിയൊക്കെ തീർച്ചയായിട്ടും ഇവിടെ മത്സരിച്ച് ജയിച്ചാൽ തീർച്ചയായും ഒരു മന്ത്രിയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള ശ്രമമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഒരു സംശയം ഈ വിഷയത്തിലും ഉണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നത് ആരും മത്സരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം പരമാവധി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് സീറ്റുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം MP-മാരായി പോയപ്പോൾ, ഷാഫി, ഹൈബി അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ MP-മാരായി പോയപ്പോൾ സുധാകരൻ അടക്കമുള്ളവർക്ക് ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് പലരും ഇത്തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നും ഉണ്ടായാൽ ഉടൻ തന്നെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ തന്നെ പാർലമെന്റിൽ എത്തിക്കുക, പാർലമെന്റിൽ മത്സരിക്കുന്നവരെ നിയമസഭയിൽ എത്തിക്കുക. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. ഫലമോ അധിക ചെലവ്, വീണ്ടും തെരഞ്ഞെടുപ്പുകൾക്ക് അധിക ചെലവാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പിണറായി സർക്കാർ ഇത്രയും കാലം ഭരിച്ച് ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് കേരളത്തെ. അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകൾ മുന്നിൽ കാണുകയാണ് കോൺഗ്രസ്. പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴേ സീറ്റിനു വേണ്ടി ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം കാണിക്കുന്നത് K. സുധാകരനാണ്. അപ്പോൾ K. സുധാകരന് മത്സരിക്കാൻ സാധ്യത തെളിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ളവർ അതിന് സമ്മതിക്കുമോ എന്ന് തോന്നില്ല. VD സതീശൻ അടക്കമുള്ളവർ ഇവിടെ മുഖ്യമന്ത്രി പൗത്രനായ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. അതിനിടയ്ക്ക് ഇനി സുധാകരനും കൂടി വന്നാൽ എന്താകും എന്ന് പറയാനും കഴിയില്ല. ഏതായാലും മുഖ്യമന്ത്രി മോഹികൾ അങ്ങനെ വലിയ രീതിയിൽ നിറഞ്ഞാടുകയാണ്. ഇനിയും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, സത്യത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ, ഈ തെരഞ്ഞെടുപ്പിൽ MP-മാർ മാറി MLA-മാരായി മത്സരിച്ചാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകാനുള്ള സാധ്യതകളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.